ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് മൺഡേ ഗൈഡൻസ് ആണ്, അതായത് മെയ് 5 എനർജിയാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പാൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേ ഗൈഡൻസ് എന്താണെന്ന്. പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെയ് 5 എനർജി. ഫസ്റ്റ് നിങ്ങളുടെ ഗൈഡൻസ് എന്താണ്? താങ്ക് യു. ഓക്കെ, ഇവിടെ ക്യൂൺ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നേക്കുന്നത്. ഇന്നത്തെ മെയിൻ ഗൈഡൻസ് വന്നിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത്ത്, നിങ്ങളുടെ ശക്തി നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജി ആയിട്ട് കുറച്ചൊന്ന് കണക്ട് ചെയ്യുക. നിങ്ങളെ നർച്ചർ ചെയ്യുക, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ് വരുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം, ചിലപ്പോൾ കോൺവെർസേഷൻസ്, കമ്മ്യൂണിക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി, കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു അബണ്ടൻറ്റ് മെൻറ്റാലിറ്റിയിൽ ഇരിക്കാനായിട്ടാണ് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ ഇന്ന് നിങ്ങളോട് പറയുന്നത്. നെക്സ്റ്റ് ഇന്നത്തെ ബാക്കിയുള്ള എനർജീസ് എന്താണ്? പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള താങ്ക് യു. ടെൻ ഓഫ് സോഡ്സിൻ്റെ എനർജി. ഇന്നത്തെ ദിവസം ഒത്തിരി എൻഡിങ്സ് കാണുന്നുണ്ട്. ഓക്കെ, പല ചാപ്റ്റേഴ്സും ക്ലോസ് ചെയ്യാനായിട്ട് ഇമോഷണലി നിങ്ങളെ വൂണ്ട് ചെയ്യുന്ന പല സിറ്റുവേഷൻസ് ആയിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലോഷർ, ഒരു ആൻസർ, ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഓവറോൾ ഈ ഒരു ദിവസം നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് വോൺസിൻ്റെ എനർജി. അപ്പോൾ ഇന്ന് നിങ്ങളോട് നിങ്ങളുടെ എനർജി കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചാനൽ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ പാഷൻസ് എന്താണ്? കുറച്ച് പേർക്ക് ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി ആയിരിക്കും. നിങ്ങൾ ട്രാവൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് വാഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനായിട്ടും അവിടെ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കാനായിട്ടും ഈ ഒരു ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. പേജ് ഓഫ് വോൺസിൽ ഇന്നത്തെ ദിവസം ഒത്തിരി അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജി ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കാണുന്ന ഒരു സമയമായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഒത്തിരി പാഷനേറ്റ് ആയിട്ട്, ഒത്തിരി സ്ട്രോങ് എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി ഊർജ്ജം നിങ്ങളുടെ ഉള്ളിലുണ്ടാകും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ക്യൂൺ ഓഫ് വോൺസിൻ്റെ എനർജി അഗെയിൻ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാഷൻ, ഒരു ഡിറ്റർമിനേഷൻ, ഒരു ധൈര്യത്തിൻ്റെ എനർജി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതാണ്. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എന്ത് ചിന്തിച്ചാലും അത് അധികം ബോദർ ചെയ്യാതെ തനിക്ക് എന്താണോ ചെയ്യാനുള്ളത്, തൻ്റെ കർമ്മ എന്താണോ അതിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പിൻ്റെ എനർജി ഇന്ന് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഓവറോൾ ഈ ഒരു ദിവസം ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. നിങ്ങളുടെ ഇൻ്റലിജൻസ്, ബുദ്ധിശക്തി യൂസ് ചെയ്തിട്ട് പല സിറ്റുവേഷൻസും എൻഡ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം സാധിക്കുന്നുണ്ടാകാം. സ്റ്റാറിൽ ഒത്തിരി ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു എനർജിയും കുറച്ചൊന്ന് നിങ്ങൾ നർച്ചർ ചെയ്യാനായിട്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക ഈ ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ കുറച്ചൊരു ഹീലിംഗ് എനർജിയിലും നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അത് നിങ്ങളെ ഈ ഒരു ദിവസം ഒത്തിരി സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻറ്റൻഷൻ പ്യുവർ ആണെങ്കിൽ, സത്യസന്ധമായിട്ടുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഒത്തിരി ബ്ലെസ്സിങ്സ്, ഒത്തിരി ഹീലിംഗ് നിങ്ങളുടെ ഉള്ളിലോട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്.
അതുപോലെ തന്നെ ഈ ഒരു പേജ് ഓഫ് വാൻഡ്സിൽ ഒത്തിരി എൻലൈറ്റ്മെൻറ്റിൻ്റെ എനർജി, ഒത്തിരി നോളേജ്, അറിവിൻ്റെ എനർജിയും കാണുന്നുണ്ട്. അത് നിങ്ങൾ നേടാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡും ആയിരിക്കാം. അപ്പോൾ അറിവ്, ജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ എന്തെങ്കിലും എനർജീസ്, കുറച്ച് പേർക്ക് മങ്കി മൈൻഡ് സെറ്റ് ആയിരിക്കും. അതായത് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല, പല കാര്യങ്ങളിലും നിങ്ങളുടെ എനർജി കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഒരു ചേഞ്ച്, കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇൻറ്റൻഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം സാധിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ഈ ഒരു ദിവസം ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസ് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഒൺലി തിങ്, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് മദർ ഫിഗർ, നിങ്ങളൊരു അമ്മയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു അറ്റൻഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഡിവൈൻ ഫെമിനിൻ എനർജിക്കും കുറച്ചൊരു കെയർ അറ്റൻഷൻ കൊടുക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മൺഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേ ഗൈഡൻസ് എന്താണെന്ന്. പാൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ മെയ് 5th എനർജി എന്താണ്? താങ്ക് യു. നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം ആദ്യം. പാൽ നമ്പർ 2 ഗൈഡൻസ് എന്താണ്? ഡെത്തിൻ്റെ എനർജിയാണ്. ഇന്നത്തെ അഡ്വൈസ് വന്നിട്ട് നിങ്ങളുടെ ക്രൗൺ ചക്ര കുറച്ചും കൂടെ ക്ലെൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലാരിറ്റിയോടുകൂടി, വ്യക്തതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് അല്ലെങ്കിൽ ഓൾറെഡി എൻഡ് ചെയ്ത കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനായിട്ട്, കുറച്ചൊരു സ്റ്റെബിലിറ്റി നിലനിർത്താനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രമിക്കുക. കുറച്ച് പേർക്ക് സറണ്ടറിൻ്റെ എനർജിയും ഇന്നത്തെ ദിവസം ഡിമാൻഡ് ചെയ്യുന്നുണ്ടാകാം. ചിലപ്പോൾ പല സിറ്റുവേഷൻസും നിങ്ങളെ ചാലഞ്ച് ചെയ്യുമ്പോൾ, നിങ്ങൾ അതിന് എതിരെയായിട്ട് പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓവറായിട്ട് നിങ്ങളുടെ എനർജി കൊടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി ടയേർഡായി പോകുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടണം എന്നില്ല. അപ്പോൾ കുറച്ചും കൂടെ ഈശ്വരനിൽ സമർപ്പിക്കാനായിട്ടും ശ്രമിക്കുക. കുറച്ചും കൂടെ ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ എനർജിയും കൊണ്ടുവരിക. അതായത് എന്ത് സിറ്റുവേഷനാണോ ഞാനിപ്പോൾ കടന്നു പോകുന്നത് അവിടെ എനിക്ക് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. അതിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ കുറച്ചൊരു ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ഇന്നത്തെ ഓവറോൾ എനർജി നോക്കാം. താങ്ക് യു. പാൽ നമ്പർ 2 മൺഡേ ഗൈഡൻസ്. ജഡ്ജ്മെൻറ്റ്. കുറച്ച് പേർക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ്റെ എനർജിയാണ്, അല്ലെങ്കിൽ ഓവറായിട്ട് സിറ്റുവേഷൻസ് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ആകാംക്ഷയുടെ എനർജിയാണ്. നിങ്ങൾ ഒത്തിരി എനർജി ഒരു കാര്യത്തിൽ കൊടുക്കുന്നുണ്ടാകാം. അപ്പോൾ അവിടെ കുറച്ചൊരു ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു കമൻറ്റ്, എന്തെങ്കിലും ഒരു ഓപ്ഷൻ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് അതിലോട്ട് ചേഞ്ച് ആകുന്നുണ്ടാകാം. അപ്പോൾ ഒരു മങ്കി മൈൻഡ് സെറ്റ് എന്ന് പറയും നമ്മൾ. അതായത് സ്ഥിരതയില്ലാത്തൊരു എനർജിയാണ്. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ കുറച്ചൊരു ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ക്രൗൺ ചക്രയാണ്, ഇല്യൂഷൻ, മായയുടെ എനർജിയാണ്. ഒത്തിരി അങ്ങനത്തെ എനർജീസ് വരുമ്പോൾ കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും, എല്ലാ ന്യൂസും അതേപടി നിങ്ങളുടെ ഉള്ളിലോട്ട് എടുക്കാതിരിക്കുക. അതും ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ നോളേജ്, അറിവ്, അല്ലെങ്കിൽ ലേണിംഗ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് വെൽക്കം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ പഠന വിഷയത്തിലും കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ലോങ് ടേം ഗോൾ, അതിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് സക്സസ്, പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നേടണം, അങ്ങനത്തെ എനർജി ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാം സിറ്റുവേഷൻസ് ആണോ നിങ്ങളെ ഒരു സ്റ്റക്ക് എനർജിയിൽ നിർത്തുന്നത് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
നെക്സ്റ്റ് ഫേസിലോട്ട് കടക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഹോബീസ് അതെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള എനർജിയാണ്, ടാലൻസ് ആണ്, അതിൽ നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ലവേഴ്സിൻ്റെ എനർജി, അതുപോലെ തന്നെ 4 ഓഫ് വാൻഡ്സിൻ്റെ എനർജി, ഒത്തിരി സ്നേഹം, കമ്പാഷൻ്റെ എനർജി ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് മാരേജ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ, എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നുണ്ടാകാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻ്റെ എനർജി ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നത്. കുറച്ച് പേർക്ക് ഹെയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെയും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഹെയർ കെയർ റുട്ടീനിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അത് ഈ ഒരു ദിവസം പോസിബിൾ ആകുന്നതാണ്. ഇവിടെ ഒത്തിരി ഫ്ലവേഴ്സിൻ്റെ എനർജി, ഡെക്കറേഷൻ്റെ എനർജി, ഒത്തിരി സീക്രട്ട് ആയിട്ടുള്ള സ്പേസും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് അങ്ങനത്തെ പ്ലേസസ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം, ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ലവ്ഡ് വൺസിൻ്റെ കൂടെ. അപ്പോൾ ഫാമിലി ടൈം, ഫാമിലിയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു ദിവസത്തെ തീം വന്നിട്ട് ക്ലാരിറ്റി, വ്യക്തത നേടുക. ഓക്കെ, ഇവിടെയും ജസ്റ്റിസ് ആണ് വന്നേക്കുന്നത്, ഇവിടെയും ബാലൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത്. കുറച്ച് പേര് എനിക്ക് ജസ്റ്റിസ് ലഭിക്കുന്നില്ല, നീതി ലഭിക്കുന്നില്ല, അങ്ങനത്തെ ഒരു എനർജിയിൽ കൂടെ പോകുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ എനർജീസ് ഫസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ഔട്ടർ വേൾഡിൽ, നിങ്ങൾക്ക് ചുറ്റുമുള്ള എൻവയറമെൻറ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ ചേഞ്ചസ്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. സ്പിരിച്വാലിറ്റി ആയിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇവിടെ 7 ഓഫ് സോഡ്സിൻ്റെ എനർജിയിൽ ഒത്തിരി ഹീലിംഗ് ആണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പാസ്റ്റിലെ ഇങ്ങനത്തെ എനർജീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചതി, വഞ്ചന, അല്ലെങ്കിൽ ഫിയർ, ആങ്സൈറ്റി, അങ്ങനത്തെ എന്തെങ്കിലും എനർജീസിൽ കുറച്ച് പേർക്ക് ഹീലിംഗ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് പാസ്റ്റിൽ നിന്നിട്ടുള്ള എന്തെങ്കിലും നല്ല എനർജീസ് റിട്ടേൺ ആയിട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പല രീതിയിലായിരിക്കും. ഓക്കെ, കുറച്ച് പേർക്ക് ഒത്തിരി പ്രൗഡ് ഫീൽ ചെയ്യുന്ന മൂമെൻറ്റ്സ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഏസ് ഓഫ് സോഡ്സിൽ കുറച്ച് പേർക്ക് നോ പറയേണ്ട സിറ്റുവേഷനിൽ സ്ട്രോങ് ആയിട്ട് നോ പറയേണ്ട ഒരു ആവശ്യവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റിസ്, നീതി എന്താണോ ആ ട്രൂത്തായിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ശ്രമിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മൺഡേ ഗൈഡൻസ് വന്നിട്ട്. വിഷ് യു ആൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.